ഫറവോന്റെ ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ ഇസ്മായിലിയരുടെ കയ്യിൽ നിന്ന് യോസേഫിനെ വില കൊടുത്ത് വാങ്ങുകയുണ്ടായി. അങ്ങനെ പോത്തിഫർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ ഭവനത്തിൽ യോസേഫ് എത്തിച്ചേർന്നു. ആർക്കും വേണ്ടാതിരുന്ന സഹോദരങ്ങൾ വെറുത്ത യോസേഫ് ഇപ്പോൾ ഇതാ പോത്തിഫർ എന്ന രാജ്യത്തിന്റെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ എത്തി. വേദനാജനകമെന്ന് പറയട്ടെ, സ്വന്തക്കളോ ബന്ധുക്കളോ സ്നേഹിതരോ ആരുമില്ല. ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ പോവുകയാണ്. പക്ഷേ യോസേഫിനെ കുറിച്ച് പറയുന്ന ഒരു പദം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. യഹോവ തന്നോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞിരിക്കുന്നത്. യോസേഫിന്റെ സാന്നിധ്യം മൂലം പോത്തിഫറിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ആ കാര്യം വാസ്തവത്തിൽ പോത്തിഫറിന് മനസ്സിലാകുവാൻ ഇടയായിട്ടും തീർന്നു. പ്രിയപ്പെട്ടവരെ, ആരും നമ്മോടുകൂടെ ഇല്ല എങ്കിലും ഒറ്റപ്പെട്ട ജീവിത അനുഭവങ്ങളിലൂടെ നാം പോകേണ്ടതായിട്ട് വന്നാലും സ്നേഹിതരും ബന്ധുക്കളും സ്വന്തുക്കളും ഒന്നും നമ്മോട് കൂടെയില്ല എന്നും വേദന മാത്രം സമ്മാനിച്ചവരാണ് അവരെന്നും നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടായിരിക്കുമ്പോഴും നമ്മോടുകൂടെ ദൈവമുണ്ട് എങ്കിൽ നാം കൃതാർത്ഥരായിട്ട് തീരും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ചിന്ത ഇന്ന് പകലിലും നമുക്ക് ഉണ്ടായിരിക്കട്ടെ. നാം എത്തുന്ന എല്ലാ മേഖലകളിലും മറ്റാരും നമ്മെ സഹായിപ്പാനില്ലെങ്കിലും നമ്മെ അനുഗ്രഹിക്കുവാനും നാം ചെല്ലുന്ന ഇടത്ത് നാം ഒരു അനുഗ്രഹ വിഷയമായി തീരുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രം മതിയാവുന്നതാണ്. ഇന്ന് പകലിൽ അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ സർവേശ്വരൻ എല്ലാവരെയും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ.